ചാനൽ അഞ്ജൂസ് വ്ലോഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുതായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ എല്ലായിടത്തും മഴയൊക്കെ ഇങ്ങനെയുണ്ട്. നമ്മുടെ ഇവിടെ നല്ല മഴയുണ്ട്, ഇടയ്ക്ക് നല്ല വെയിലുണ്ടാവും, ചില ദിവസങ്ങളിൽ നല്ല മഴയായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീക്കിംഗ് വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ തന്നെ വീഡിയോയിൽ പോയിട്ട് കണ്ടിട്ട് വന്നാലോ. സോയാബീൻ നമ്മൾ ഉപ്പിട്ട് വെള്ളത്തിൽ വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിന് സവോള കട്ട് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി. ഇനി നമുക്ക് ഒരു ചട്ടി എടുക്കാം. അതൊന്ന് ചൂടാകുന്നിടം വരെ വെയിറ്റ് ചെയ്യാവേ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഒന്നത് ചൂടായതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടും കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അതൊന്നൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാവേ. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇത് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ലപോലെ വഴണ്ടിട്ട് ഒരു ഷെയ്ഡ് മാറുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇപ്പം നല്ലതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സവോളയും പച്ചമുളകും ഇഞ്ചിയും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സവോളയിലും പച്ചമുളകിലും വെളുത്തുള്ളിയിലും മഞ്ഞൾപ്പൊടി നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ കേട്ടോ. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണവും കൂടെ ഒന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. തക്കാളി ഇനിയൊന്ന് വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ തക്കാളിയിൽ ആ ജ്യൂസൊക്കെ ഇറങ്ങിയിട്ട് ചെറിയൊരു പുളിരസം നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ തക്കാളിയും സവോളയൊക്കെ ഏകദേശം നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം കേട്ടോ. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ആവശ്യത്തിന്, ഞങ്ങൾക്ക് നല്ല ഇവിടെ എരിവ് വേണം, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആവശ്യത്തിന് മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ടാം കേട്ടോ. മീറ്റ് മസാലയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് മൂന്നും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാത്തിലേക്കും നല്ലതുപോലെ ആ പൊടികളുടെയൊക്കെ ഒരു ഫ്ലേവർ ചെല്ലാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ഈ മസാലാസിൻ്റെയൊക്കെ പച്ചമണം കുത്തലും മാറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ആ പച്ചമണമൊക്കെ മാറി നല്ല എല്ലാത്തിലേക്കും അരപ്പ് നല്ലതുപോലെ പിടിക്കുകയും ഇപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓൾറെഡി അത് ഉപ്പിട്ട് വേവിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ആണ്. നമുക്ക് ഈ മസാലയിലേക്ക് അത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവേ. അപ്പം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ആ അരപ്പൊക്കെ ആ സോയ ചങ്ക്സിലേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ.
നമുക്ക് മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതേപോലെ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. നല്ലതുപോലെ ഞാനിവിടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ തൂവി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സോയാ ചങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സോയാ ചങ്ക്സ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും താഴെ വന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.